സെർവിക്കൽ സ്പോണ്ടിലോസിസും ആയുർവേദ ചികിത്സയും. ഡോക്ടർ നീതു സി മോഹൻ സംസാരിക്കുന്നു. കഴുത്തിലെ എല്ലുകൾക്കോ അവയ്ക്കിടയിലുള്ള ഡിസ്കിനോ തേയ്മാനം സംഭവിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന വളരെ സാധാരണയായി ഇന്ന് കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ് സെർവൈക്കൽ സ്പോണ്ടിലോസിസ്. 60 വയസ്സിന് മുകളിൽ പ്രായമായവരിൽ 85% പേരും സെർവൈക്കൽ സ്പോണ്ടിലോസിസ് ബാധിതരാണ് എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ജീവിതശൈലിയിലെ ചില ക്രമക്കേടുകൾ ശീലമാക്കിയവരിൽ ഏകദേശം 30 മുതൽ 40 വയസ്സ് പ്രായമാകുമ്പോൾ തന്നെ ഈ രോഗം കാണാറുണ്ട്. പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന തേയ്മാനം തന്നെയാണ് ഈ രോഗാവസ്ഥയുടെ സുപ്രധാന കാരണം. എങ്കിലും ചില ഘടകങ്ങൾ ഈ രോഗാവസ്ഥയിലേക്ക് എത്തുന്നതിനെ ത്വരിതപ്പെടുത്തുന്നു. കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ മുതലായവ തുടർച്ചയായി ഉപയോഗിക്കുന്നതും തെറ്റായ പോസ്ചറിൽ ഇരിക്കുന്നതും കിടക്കുന്നതും ഇതിൽ പ്രധാനപ്പെട്ടവയാണ്. അതുപോലെ കഴുത്തിന് മുൻപ് ഏതെങ്കിലും വിധത്തിൽ ക്ഷതം പറ്റിയിട്ടുള്ളവരിലും പാരമ്പര്യമായി ഇത്തരം രോഗം വരാൻ സാധ്യതയുള്ളവരിലും വ്യായാമം ശീലിക്കാത്തവരിലും രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇന്ത്യയിൽ പ്രതിവർഷം 10 മില്യൺ പേർ എന്ന കണക്കിൽ സെർവൈക്കൽ സ്പോണ്ടിലോസിസ് ബാധിതരാണ് എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അടുത്തിടെ കേരളത്തിൽ നടന്ന മറ്റൊരു പഠനം കഴുത്തുവേദനയുമായി വരുന്ന 85% കേസുകളും സെർവൈക്കൽ സ്പോണ്ടിലോസിസ് മൂലമാണ് എന്ന് കാണിക്കുന്നു. സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരിൽ ഇത് നേരത്തെ തന്നെ കണ്ടുവരുന്നു. ഓഫീസ് ജോലിക്കാർ, IT മേഖലയിലുള്ളവർ, തുടർച്ചയായി മൊബൈൽ ഫോൺ നോക്കേണ്ട ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ എന്നിവരിൽ അധികമായി ഇത് കണ്ടുവരുന്നു. അതുപോലെ കൂടുതൽ ഭാരമെടുക്കുന്നവരിലും അധികമായി കഴുത്തിന്റെ ചലനമുള്ളവരിലും, അതായത് റെപ്പറ്റേറ്റീവ് നെക്ക് മൂവ്മെന്റ്സ് കാരണവും രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. രോഗത്തിന്റെ ഗതി നോക്കുകയാണെങ്കിൽ കഴുത്തിന്റെ എല്ലുകൾക്കിടയിലുള്ള തരുണാസ്ഥി നിർമ്മിതങ്ങളായ ഡിസ്കുകൾക്ക് തേയ്മാനം സംഭവിച്ച് അവ ചുരുങ്ങുകയും എല്ലുകൾക്കിടയിലുള്ള സ്പേസ് കുറയുകയും ചെയ്യുന്നു. തത്ഫലമായി സുഷുമ്നയിലേക്കും ഞരമ്പുകളിലേക്കും അനുഭവപ്പെടുന്ന സമ്മർദ്ദം മൂലം വേദനയും മറ്റു ലക്ഷണങ്ങളും പ്രകടിപ്പിക്കുന്നു. സെർവൈക്കൽ സ്പോണ്ടിലോസിസിന്റെ സാധാരണ കാണപ്പെടുന്ന ലക്ഷണങ്ങളാണ് കഴുത്തുവേദന. അത് തോളുകളിലേക്കോ കൈകളിലേക്കോ ശിരസിന്റെ പിന്നിലേക്കോ വ്യാപിക്കുന്ന വേദനയായും കാണാറുണ്ട്. കഴുത്തിന്റെ ചലനങ്ങളിലുള്ള ബുദ്ധിമുട്ട്, ബലക്കുറവ്, ചിലപ്പോൾ തലകറക്കം തുടങ്ങിയ ലക്ഷണങ്ങളായും കാണിക്കാറുണ്ട്. രോഗം പുരോഗമിക്കുമ്പോൾ നട്ടെല്ലിൽ നിന്നും പുറത്തേക്ക് വരുന്ന നെർവ് റൂട്ടുകൾക്ക് കംപ്രഷൻ ഉണ്ടാവുകയും അത് സെർവൈക്കൽ റാഡിക്കുലോപ്പതിയായി മാറുകയും ചെയ്യുന്നു. അവിടെ കൈകളിൽ വേദന, തരിപ്പ് തുടങ്ങിയ ലക്ഷണങ്ങളാണ് പ്രധാനമായും കാണുക. കൂടാതെ കൈകൾക്ക് ബലക്കുറവ്, വസ്തുക്കൾ പിടിക്കാൻ പ്രയാസം എന്നിവയും കാണാറുണ്ട്. ചികിത്സയിലേക്ക് വരുമ്പോൾ വേദനയും നീർക്കെട്ടും കുറയ്ക്കുന്നതിനുള്ള മരുന്നുകളാണ് സെർവൈക്കൽ സ്പോണ്ടിലോസിസിൽ ആദ്യം നൽകുന്നത്. മോഡേൺ മെഡിസിനിൽ ആന്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻസ്, മസിൽ റിലാക്സൻസ്, പെയിൻ കില്ലേഴ്സ് എന്നിവയൊക്കെ നൽകാറുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഫിസിയോതെറാപ്പിയും സെർവൈക്കൽ കോളർ പോലെയുള്ള സപ്പോർട്ടീവ് ഡിവൈസസും നൽകാറുണ്ട്. ഇതുകൂടാതെ റാഡിക്കുലോപ്പതിയിൽ രോഗത്തിന്റെ കാഠിന്യത്തിനനുസരിച്ച് ഇഞ്ചക്ഷനുകളും ശസ്ത്രക്രിയാ ചികിത്സകളും നിർദ്ദേശിക്കാറുണ്ട്. ഏതു രോഗത്തിനും രോഗകാരണത്തെ ആദ്യം ഉന്മൂലനം ചെയ്യുക എന്നതാണ് ആയുർവേദത്തിന്റെ ചികിത്സാ തത്വം. ഇവിടെയും സെർവൈക്കൽ സ്പോണ്ടിലോസിസിന് കാരണമായി പറഞ്ഞ തെറ്റായ പോസ്ചേഴ്സ് തുടങ്ങിയവയെല്ലാം ഒഴിവാക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. ചികിത്സ എപ്പോഴും രോഗത്തിന്റെ അവസ്ഥയനുസരിച്ചാണ് ചെയ്യാറുള്ളത്. ആദ്യാവസ്ഥയിൽ രൂക്ഷണ സ്വഭാവമുള്ള ചികിത്സകൾക്ക് പ്രാധാന്യമുണ്ട്. ധാന്യാമ്ലധാര, പൊടിക്കിഴി, കഷായധാര, പൊടിതിരുമ്മൽ, തളം, ലേപനങ്ങൾ തുടങ്ങിയവ ചെയ്യാറുണ്ട്. ഇതിനോടൊപ്പം തന്നെ നീരും വേദനയും കുറയ്ക്കാൻ ദശമൂലം, ചിറ്റരത്ത, കുറുന്തോട്ടി, ചുക്ക് എന്നിങ്ങനെയുള്ള ഔഷധങ്ങൾ ചേർത്ത കഷായങ്ങളും ഗുളികകളും അരിഷ്ടങ്ങളും എല്ലാം കഴിക്കാനും നൽകേണ്ടതാണ്. ചികിത്സയുടെ രണ്ടാമത്തെ ഘട്ടമെന്ന രീതിയിൽ തൈലങ്ങൾ അഥവാ എണ്ണകൾ ഉപയോഗിച്ചുള്ള വിവിധ ക്രിയാക്രമങ്ങൾ ചെയ്യുന്നു. ഇലക്കിഴി, നാരങ്ങാക്കിഴി, പിഴിച്ചിൽ, അഭ്യംഗം എന്നിവയാണ് ചെയ്യാറുള്ളത്. ഇതിനോടൊപ്പം അവസ്ഥയനുസരിച്ചുള്ള ഔഷധങ്ങൾ ഉള്ളിലേക്ക് സേവിക്കാൻ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പഞ്ചകർമ്മ ചികിത്സാ രീതികളായ വമനം അഥവാ ഛർദ്ദിപ്പിക്കൽ, വിരേചനം അഥവാ വയറിളക്കൽ എന്നിവയും ചെയ്യാവുന്നതാണ്. സെർവൈക്കൽ സ്പോണ്ടിലോസിസിലും റാഡിക്കുലോപ്പതിയിലും ഏറ്റവും ഫലപ്രദമായ ഒരു ചികിത്സാ രീതിയാണ് നസ്യം. അവസ്ഥയനുസരിച്ച് വിവിധ തൈലങ്ങൾ നസ്യത്തിനായി ഉപയോഗിക്കാറുണ്ട്. വസ്തി ചികിത്സയും ഇവിടെ ചെയ്യാവുന്നതാണ്.
പഞ്ചകർമ്മ ചികിത്സയ്ക്ക് ശേഷം രോഗത്തിന്റെ പുനരാവർത്തനം തടയുന്നതിനായി വിവിധ ഔഷധങ്ങൾ രസായനമായി തുടർന്ന് നിശ്ചിത കാലം വരെ നൽകാറുണ്ട്. വേദനയും മറ്റു ഉപദ്രവങ്ങളും കുറയ്ക്കുന്നതിന് വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന ചില പ്രയോഗങ്ങൾ കൂടി പറയാം. കഴുത്തിൽ വേദനയും നീർക്കെട്ടുമുള്ള സമയത്ത് പഴുത്ത പ്ലാവില ചെറു ചൂടാക്കി തടവുന്നത് നല്ലതാണ്. വേദനയുള്ള ഭാഗങ്ങളിൽ മുറിവെണ്ണ ചെറു ചൂടാക്കി പഞ്ഞിയിൽ വെക്കുന്നത് നല്ലതാണ്. ഇതുപോലെ തന്നെ കല്ലുപ്പോ തരിമണലോ കിഴികെട്ടി ചെറു ചൂടാക്കി കഴുത്തിലും കൈകളിലും വെക്കുന്നതും വളരെ ഫലപ്രദമാണ്. നാഗരാതി ചൂർണം പോലെയുള്ള ഔഷധ ചൂർണം പുളിപ്പിച്ചെടുത്ത അരി കഴുകിയ വെള്ളത്തിൽ കുറുക്കി ചെറു ചൂടോടെ ലേപനമിടുന്നതും വളരെ നല്ലതാണ്. ഇത്തരം ചികിത്സകൾ രോഗത്തിന്റെ ആരംഭാവസ്ഥയിൽ മാത്രം ഫലപ്രദമാകുന്നതാണ്. അല്ലാത്ത പക്ഷം വിദഗ്ധ ആയുർവേദ ഡോക്ടറുടെ മേൽനോട്ടത്തിൽ തന്നെ ചികിത്സ ചെയ്യേണ്ടതുണ്ട്. ജീവിതശൈലിയിൽ വരുത്തുന്ന ചെറിയ മാറ്റങ്ങൾ തന്നെ ഈ രോഗാവസ്ഥയെ തടയുന്നതിനും കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. ശരീരത്തിന്റെ പോസ്ചർ എപ്പോഴും ശരിയായിരിക്കുവാൻ ശ്രദ്ധിക്കുക. മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഉപയോഗിക്കുമ്പോൾ ഏറെ നേരം കുനിഞ്ഞിരിക്കാതെ നോക്കുക. ഒപ്പം തോളിലെ മാംസപേശികൾ അയച്ചിടാനും ശ്രദ്ധിക്കുക. സ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ കൃത്യമായ ബ്രേക്ക് എടുക്കുക. സ്ക്രീൻ പരമാവധി കണ്ണിന് സമം നിരപ്പിലായിരിക്കുന്നതിന് ഉയരം ക്രമീകരിക്കാവുന്ന തരത്തിലുള്ള ഡെസ്കുകൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. നടുവിനും കഴുത്തിനും സപ്പോർട്ട് നൽകുന്ന എർഗണോമിക് ചെയർ ഉപയോഗിക്കുന്നതും പാദം നിലത്ത് സമമായും കാൽമുട്ട് 90 ഡിഗ്രിയിലും വെക്കുന്നതും ഉത്തമമാണ്. കഴുത്തിന് സപ്പോർട്ട് നൽകുന്ന സെർവൈക്കൽ പില്ലോ ഉപയോഗിക്കുന്നതും ഭാരമെടുക്കുന്നത് ഒഴിവാക്കുന്നതും വളരെ നല്ലതാണ്. സ്ഥിരമായി ഇരുന്ന് ജോലി ചെയ്യുന്നവർ 20-20-20 റൂൾ ശീലമാക്കണം. അതായത് 20 മിനിറ്റ് കൂടുമ്പോൾ 20 സെക്കൻഡ് ബ്രേക്ക് എടുക്കുകയും 20 അടി അകലെയുള്ള വസ്തുവിനെ നോക്കുകയും ചെയ്യണം. ഇത് കണ്ണുകളുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം സ്ട്രെസ് മാനേജ്മെന്റ് ആണ്. മാനസിക സമ്മർദ്ദമുണ്ടാകുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ കഴുത്തിലെയും തോളിലെയും പേശികളെ ടൈറ്റായി വെക്കുകയും ഇത് പിന്നീട് വേദനയിലേക്കും പിടുത്തത്തിലേക്കും നയിക്കുകയും ചെയ്യുന്നു. തുടർച്ചയായ വിശ്രമമില്ലാത്ത ജോലിയും ഒപ്പം മാനസിക സമ്മർദ്ദവും കൂടിയാകുമ്പോൾ വേഗം രോഗാവസ്ഥയിലേക്ക് എത്തുന്നു. മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിന് ശ്വസന വ്യായാമങ്ങൾ ചെയ്യുന്നത് ഉത്തമമാണ്. ജോലി സമയത്തിനിടയ്ക്ക് ചെറിയ ഇടവേളകൾ എടുക്കുക, കൃത്യമായി ഉറങ്ങുക എന്നിവയൊക്കെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. കഴുത്തിലെ വേദനയും നീർക്കെട്ടും തടയുന്നതിന് യോഗ പതിവാക്കുന്നത് വളരെ ഉത്തമമാണ്. ഭുജംഗാസനം, മത്സ്യാസനം, ധനുരാസനം, അർദ്ധമത്സ്യേന്ദ്രാസനം തുടങ്ങിയ യോഗാസനങ്ങൾ ഇവിടെ ഫലപ്രദമാണ്. ഇതുകൂടാതെ തല പിന്നിലേക്കും മുന്നിലേക്കും ചലിപ്പിക്കുക, കഴുത്തിന്റെ വൃത്താകൃതിയിലുള്ള ചലനം, തോളുകൾ പതുക്കെ ഉയർത്തുക താഴ്ത്തുക തുടങ്ങിയ ലളിതമായ വ്യായാമമുറകളും ശീലിക്കാവുന്നതാണ്. ഇതോടൊപ്പം തന്നെ അസ്ഥിക്ക് ബലം നൽകുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ശീലിക്കുന്നത് വളരെ നല്ലതാണ്. കാൽഷ്യം അടങ്ങിയ പാൽ, എള്ള്, റാഗി, ഇലക്കറികൾ എന്നിവയും അതുപോലെ വൈറ്റമിൻ ഡി ലഭിക്കാൻ സൂര്യപ്രകാശമേൽക്കുന്നതും ഉത്തമമാണ്. ആവശ്യമായ അളവിൽ വെള്ളം കുടിക്കുന്നതും ഡിസ്കുകളുടെ ആരോഗ്യം കാത്തുസൂക്ഷിക്കുന്നു. ഇത്തരത്തിലുള്ള വിവിധ ചികിത്സാ രീതികൾ അവലംബിക്കുന്നതിലൂടെയും ജീവിതശൈലി മാറ്റങ്ങളിലൂടെയും വളരെ ഫലപ്രദമായി ചികിത്സിക്കാനും പ്രതിരോധിക്കാനും സാധിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് സർവൈക്കൽ സ്പോണ്ടിലോസിസ്. സെർവിക്കൽ സ്പോണ്ടിലോസിസും ആയുർവേദ ചികിത്സയും ഡോക്ടർ നീതു സി മോഹൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. Shadha